കഥ തുടരുന്നു. ചാൾസാണ് ഞങ്ങളെ രക്ഷിച്ചത്. നന്ദി, അഞ്ജന പറഞ്ഞു. ചാൾസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ മണ്ണായേനെ, മൃദുല മന്ത്രിച്ചു. അയാൾക്ക് തെറ്റിയത് അഞ്ജനയോടൊപ്പം മൃദുല വന്നതാണ്. അയാൾക്കും ഗുണ്ടകൾക്കും ചെയ്യേണ്ട ജോലി ഇരട്ടിയായി. മാത്രമല്ല, മേനക അറിയാതെ ഒരപകടമാക്കുകയും വേണമായിരുന്നു. അവിടെ അയാൾക്ക് കണക്കുകൂട്ടലുകൾ തെറ്റി. പലപ്പോഴും അയാൾ നടത്തിയ കൊലപാതക ശ്രമങ്ങളും ഈശ്വരിയുടെ കൊലപാതക കേസിൽ കൊടുക്കാനുള്ള ശ്രമവും പരാജയമായിരുന്നു. ചാൾസ് നെരിപ്പോടിലെ തീനാളങ്ങൾ അണയാൻ തുടങ്ങുന്നത് നോക്കി. ചാൾസെ, എന്റെ മമ്മിയെയും ഡാഡിയെയും കൊന്നതാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? അഞ്ജന ചോദിച്ചു. വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണിത്, ചാൾസ് പറഞ്ഞു. എങ്കിലും അത് സാധിക്കാം. പോലീസ് ശ്രമിക്കണം. പക്ഷേ ഇൻസ്പെക്ടർ പവിത്രന് അയാൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു തെളിവുണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ അജിത്തിന്റെ ഗുണ്ടകളെ പിടിച്ചാൽ സാക്ഷികൾ ഉണ്ടാക്കാൻ പറ്റും. പോലീസിന്റെ രീതികൾ എനിക്കറിയില്ല. അവർക്ക് വേറെ മാർഗങ്ങൾ കാണുമായിരിക്കും. അല്പനേരം അവിടെ നിശബ്ദത പരന്നു. അജിത്തിന് വളരെയധികം ഉദ്യോഗസ്ഥന്മാരെ അറിയാം. അയാൾ എല്ലാവരെയും സ്വാധീനിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചെറിയാനങ്കിളിന്റെ സഹായം തേടാമെന്ന് കരുതുന്നു. എന്നെ കുത്തിവെച്ചു കൊല്ലാൻ ശ്രമിച്ചതാണ് ഡോക്ടർ അനന്തനും അജിത് മേനോനും. മൃദുല ബഹളം വെച്ചപ്പോൾ ചെറിയാനങ്കിൾ ഇടപെട്ടതുകൊണ്ടാണ് എന്നെ അവർ രക്ഷപ്പെടുത്തിയത്. അഞ്ജന ഒരു ചായക്കുടി കൊണ്ടുവരാൻ വേലക്കാരനോട് ഏർപ്പാട് ചെയ്തു. അയാളെ ഈ എസ്റ്റേറ്റിൽ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് ശിക്ഷിക്കണം, മൃദുല പറഞ്ഞു. അയാളുടെ സംസാരവും പ്രവൃത്തികളും ഒക്കെ കണ്ടാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളെന്ന് തോന്നുമോ? പക്ഷേ അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. അവനെ എനിക്ക് വേണം. ഇതുവരെയും അവനെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയാമോ, ഞാൻ എന്തിനാണ് ഈ മഞ്ഞൊഴുകുന്ന എസ്റ്റേറ്റിലേക്ക് വന്നിരിക്കുന്നതെന്ന്? കൊല്ലും ഞാൻ ആ പട്ടിയെ. അയാളുടെ രോഷം പതഞ്ഞു പോകുന്ന വാക്കുകൾ കേട്ട് പെൺകുട്ടികൾ നിശബ്ദരായിരുന്നു. ഈ മനുഷ്യനെ ഭയന്നാണ് ആ തകർന്ന കെട്ടിടത്തിൽ നിന്ന് തങ്ങൾ ഒളിച്ചോടിയതെന്ന് അവർ ഓർത്തു. എന്റെ കൂട്ടുകാരെ അവൻ കൊന്നു. എന്റെ മുന്നിലിട്ട് റേപ്പ് ചെയ്തു. അവരുടെ നിലവിളി ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പിന്നെ 7 കൊല്ലത്തെ എന്റെ ജയിൽവാസം. വീണ്ടും ഞാൻ ജയിലിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണ് പോന്നത്. വാർഡനും സൂപ്രണ്ടനും ഒക്കെ അറിയാം ഞാൻ നിരപരാധിയാണെന്ന്. എന്നെ ദ്രോഹിച്ചതുപോലെ അവനെയും ഞാൻ ശിക്ഷിക്കും. പക്ഷേ അവന് ഭാര്യയോ സഹോദരിമാരോ ഇല്ല എന്റെ പ്രതികാരം തീർക്കാൻ. ഒറ്റയാനാണ് അവൻ. ഒരവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അവനെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും, ചാൾസ് പറഞ്ഞു. ചായ വന്നു. അവർ കുടിച്ചു. ചാൾസ് യാത്ര പറഞ്ഞു പോയി. അജിത് മേനോൻ അവന്റെ ചാവേർപ്പടയെ കൂട്ടി ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കുമെന്നും കരുതലോടെ ഇരിക്കണമെന്നും പോകുന്നതിന് മുമ്പ് ചാൾസ് മുന്നറിയിപ്പ് കൊടുത്തു. എവിടെയാണ് ചാൾസ് താമസിക്കുന്നത്? അഞ്ജന ചോദിച്ചു. അത് രഹസ്യമാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊള്ളാം, അയാൾ പറഞ്ഞു. വിഷമമില്ലെങ്കിൽ ഇവിടെ താമസിക്കാം. ഞങ്ങൾക്കൊരു സഹായമാകുമല്ലോ. അതെ, മൃദുലയും പറഞ്ഞു. അത് ശരിയല്ല. ഞാനിപ്പോഴും പോലീസിന്റെ കണ്ണിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നവനാണ്. നിങ്ങളുടെ ശത്രുക്കൾ എന്റെ പേരിൽ നിങ്ങളെ കുറ്റക്കാരാക്കും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അപകടം പിടിച്ച ഒരു പരീക്ഷണത്തിന് മുതിരേണ്ട. ചാൾസ് മഴ നനഞ്ഞ് ഇരുളിലേക്ക് നടന്നുപോയി. മൃദുലയും അഞ്ജനയും വളരെ നേരം സംസാരിച്ചിരുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നായിരുന്നു അവരുടെ ചിന്ത. അജിത് മേനോൻ വെറുതെ ഇരിക്കുമെന്ന വിചാരം അവർക്കില്ലായിരുന്നു. അയാൾ ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്തത് പെലിക്കൻ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അത് സാധിക്കാതെ വന്നു. അത് മറ്റൊരാൾ അനുഭവിക്കുന്നത് അവന് സഹിക്കാൻ കഴിയില്ല. അവൻ എതിർക്കും, അതുറപ്പാണ്. ഏത് രീതിയിലായിരിക്കും ആക്രമണം എന്ന് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ അല്പം നല്ല മനുഷ്യനാണെന്ന് അവർക്ക് തോന്നി. അദ്ദേഹവുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ച് അവർ ഉറങ്ങാൻ കിടന്നു. രാത്രി 1 മണിയായി കാണും. തുടരെയുള്ള കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടു. കാവൽക്കാരായ ജോലിക്കാരോടൊപ്പം ചെന്ന് നോക്കി. വെളിച്ചത്തിലേക്ക് വന്ന അവശനായ മനുഷ്യനെ അവർ കണ്ടു. വേലുകങ്കാണി. അയാൾ ആകെ ക്ഷീണിച്ചു തളർന്നു കാണപ്പെട്ടു. പ്രഭാകരനെ വെട്ടിക്കൊന്ന സമയത്തെ ഉശിരൊന്നും കാണാനില്ല. അയാൾ കൈകൂപ്പി നിന്ന് അഞ്ജനയോട് പറഞ്ഞു. കുഞ്ഞേ, വലിയ തമ്പ്രാന്റെ ചോറ് ശാപ്പിട്ടാ ഞാൻ വളർന്നത്. എന്റെ കുഞ്ഞും. നിങ്ങളെ ഞാൻ മറക്കുകയല്ല. പക്ഷേ ആ പിശാച്, അവൻ മേനോൻ, ശൈത്താൻ, അവനെ ഞാൻ കൊല്ലും. നിനക്കറിയാം, അവൻ മേനകമ്മാവെ ചതിയിൽപ്പെടുത്തി കൊല ചെയ്തതാകും. അത് കേട്ടിട്ട് അഞ്ജനയ്ക്കൊന്നും പറയാൻ തോന്നിയില്ല. അയാളുടെ ശരീരമാകെ നനഞ്ഞൊഴുകുകയായിരുന്നു. ചെളിയും ചോരയും പറ്റിപ്പിടിച്ചിരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് കുഞ്ഞിന് അപകടമാകും, അറിയാം. പക്ഷേ എന്നെ ഒന്ന് സഹായിക്കണം. മോടെ കൂട്ടുകാരിയുടെ അപ്പനാണെന്ന് കരുതിയാൽ മതി. അന്ന് വെട്ടാനായി വന്നതിന് മാപ്പ്. എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവനെ ഞാൻ കൊന്നു. എന്റെ കുഞ്ഞിനെ കൊന്നവരെ ഞാൻ വെറുതെ വിടൂല. എനിക്ക് ആരോടും യാചിക്കാൻ വയ്യ. കുഞ്ഞെനിക്ക് കുറച്ച് പണവും അല്പം ഭക്ഷണവും തരണം. പശിക്കത്. അവൻ വയറിൽ കൈവച്ച് കാണിച്ചു. അപ്പുറത്തേക്ക് വരൂ, അവൾ നിർദ്ദേശിച്ചു. ആ വഴിയെ അകത്ത് കയറിയാൽ ചെളിയും വെള്ളവുമെല്ലാം ആകുമെന്നുറപ്പാണ്.
അലമാരയിൽ നിന്ന് മുണ്ടും സ്വെറ്ററും എടുത്ത് വേലക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് അയാളോട് മാറാൻ പറഞ്ഞ് അയച്ചു. കങ്കാണി വസ്ത്രങ്ങൾ മാറി നെരുപ്പോടിനടുത്തിരുന്ന് ശരീരം ചൂടാക്കി. ഭക്ഷണം ചൂടാക്കി അവർ നൽകി. അയാൾ അത് രുചിയോടെ കഴിച്ചു. ഈശ്വരിയെ കൊന്നത് ആരാണെന്ന് വേലുവിനറിയാമോ? അഞ്ജന ചോദിച്ചു. എനിക്ക് ചിലരെ അറിയാം, പ്രഭാകരൻ കള്ളസാക്ഷി പറഞ്ഞവനോട് ഞാൻ ചോദിച്ചു. പക്ഷെ അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ കൊല്ലാതിരുന്നത് എന്താണെന്ന് അവൻ എന്നോട് ചോദിച്ചത്. അവൻ തിരുട്ടനാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. ഇപ്പോൾ അവന്റെ നാൽവർക്കാൾ ഭയന്നിരിപ്പാണ്. പിടിപ്പും ഞാനവരെ. കുഞ്ഞിനെ ആര് ദ്രോഹിച്ചാലും ഞാൻ സഹിക്കൂല. ഞാൻ പോകുക. പോലീസ് വരും. കുഞ്ഞിന് ഞാൻ അപകടമുണ്ടാക്കുകയില്ല. അയാൾ ഭക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. എനിക്ക് ഈ ലോകത്ത് എൻ്റെ മോൾ ഈശ്വരിയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവനായിരുന്നു അവൾ. എൻ്റെ മോളെ കൊന്നവരെ ഞാൻ വെറുതെ വിടൂല. കുഞ്ഞ് കണ്ടോ കങ്കാണി വേലു ആരാന്ന്? അയാൾ കരയുകയായിരുന്നു. അഞ്ജന അയാൾക്ക് ആവശ്യമായ പണവും മഴക്കോട്ടും 4-5 സെറ്ററുകളും കൊടുത്തു. അയാൾ താണു വണങ്ങിക്കൊണ്ട് പോയി. രാവിലെ അഞ്ജന സിയെയും മാർട്ടിനെയും അഡ്വക്കേറ്റ് ചെറിയാനെയും ഫോണിൽ വിളിക്കാൻ ശ്രമം നടത്തി. പക്ഷേ ലൈൻ ഫോൾട്ടായിരുന്നു. ലൈനിൽ എന്തെങ്കിലും തകരാറാണോ, ആരെങ്കിലും അത് തകരാറിലാക്കിയതാണോ എന്നറിയില്ലായിരുന്നു. സർക്കിൾ ഓഫീസ് വരെ പോയാൽ എന്താണെന്ന് അവർ ആഗ്രഹിച്ചു. ലയങ്ങൾക്കപ്പുറത്തെ കുന്നിൻ ചെരുവിൽ വീരപ്പനും മറ്റൊരുവനും സംസാരിക്കുകയായിരുന്നു. അവന്റെ പേര് ശിവൻകുട്ടി എന്നായിരുന്നു. സാമാന്യം കായികശേഷിയും തന്റെ ഇടവുമുള്ളവനാണെന്നത് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുമായിരുന്നു. കാടുകൾക്ക് മുകളിൽ മൂടൽ മഞ്ഞ് കിടന്നിരുന്നു. അജിത് സാർ ആകെ അസ്വസ്ഥനാണ്. എന്തെങ്കിലും ഉടനെ ചെയ്യണം. സാർ എസ്റ്റേറ്റ് വിട്ടു പോയാൽ നമ്മുടെയൊക്കെ വരുമാനം മുട്ടും. അറിയാമല്ലോ ശിവൻകുട്ടിക്ക്, വീരപ്പൻ പറഞ്ഞു. അഞ്ജന നമ്മളെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പവിത്രൻ സാർ അജിത് സാറിന്റെ കൂടെയല്ലേ? ശിവൻകുട്ടി ചോദിച്ചു. അതെ, പക്ഷെ എപ്പോഴാ ഒരു കാലു മാറുന്നതെന്ന് അറിയാമോ? അജിത് സാറിന് ആ കാര്യത്തിൽ ഭയവുമുണ്ട്. ആ സർക്കിൾ ഇൻസ്പെക്ടർ ഭയങ്കരനാണെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയോ തെളിവുകൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. അങ്ങനെയാണോ? കുറെ പണം കൊടുത്ത് സർക്കിൾ ഇൻസ്പെക്ടറെ നിശബ്ദനാക്കാൻ പറ്റില്ലേ? ശിവൻകുട്ടി ചോദിച്ചു. എളുപ്പമല്ലെന്നാണ് കേട്ടത്. രാജേന്ദ്ര മേനോൻ വിൽപത്രം അഞ്ജനയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അജിത് സാർ വിഷമത്തിലാണ്. ഇനി അഞ്ജന എങ്ങനെയെങ്കിലും മരിച്ചാലേ സാറിന് രക്ഷയുള്ളൂ. സാറിപ്പോൾ ബംഗ്ലാവിലേക്ക് പോണില്ല. വീരപ്പൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു. ആ കങ്കാണി നമ്മൾ പറഞ്ഞത് കേട്ട് അവളുമാരെ വെട്ടിക്കൊന്നിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ. കങ്കാണിയെ പോലീസ് കൊണ്ടുപോകുകയും ചെയ്തേനെ. എസ്റ്റേറ്റ് അജിത് സാറിന്റെ കയ്യിലുമായേനെ. ശിവൻകുട്ടി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരലർച്ച കേട്ടു. ശിവൻകുട്ടി നോക്കുമ്പോൾ കാട്ടുചെടികളുടെ ഇടയിൽ നിന്നും പറന്നുവരുന്ന കടവാവലിനെ പോലെ ഒരു കൈക്കോടാലി പാഞ്ഞു വന്നു. അത് വീരപ്പന്റെ കഴുത്ത് തുളച്ചു കയറി. ഒരലർച്ചയോടെ അയാൾ താഴെ വീണു. ശിവൻകുട്ടിക്ക് നിലവിളിക്കാൻ കൂടി കഴിയുന്നതിന് മുമ്പ് കങ്കാണി ചാടി വീണു. വേലു, അയാൾ വീഴ്ചയിൽ നിലവിളിച്ചു. പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു അത്. വേലു കങ്കാണി പിന്നിൽ നിന്ന് ശിവൻകുട്ടിയെ തട്ടി വീഴ്ച്ചു. അവൻ കാട്ടുചെടികൾക്കിടയിലേക്ക് വീണു. കഴുത്തിൽ തറച്ച മഴുവുമായി പിടഞ്ഞ വീരപ്പന്റെ കഴുത്തിൽ നിന്ന് കങ്കാണി മഴു വലിച്ചെടുത്ത് അവന്റെ നെറ്റിക്ക് ഒരിടി കൂടി കൊടുത്തപ്പോൾ ചലനം നിലച്ചു. ശിവൻകുട്ടിയുടെ നിലവിളി അവസാനിക്കുന്നതിന് മുമ്പ് കോടാലിയുടെ മാടുകൊണ്ട് നെഞ്ചിലൊരടി കിട്ടി. അവന്റെ അലർച്ച മുറിഞ്ഞത് വേലു കോടാലിയുടെ വായത്തല അവന്റെ വായിൽ മുട്ടിച്ചപ്പോഴാണ്. അവന്റെ തുറന്ന വായിലേക്ക് വീരപ്പന്റെ ചോര വീണു. വേലു, ജീവനു വേണ്ടി ശിവൻകുട്ടി യാചിച്ചു. പട്ടി, എന്റെ മകൾ ഈശ്വരയെ കൊന്നതാരാടാ? കങ്കാണി പച്ചത്തെറി വിളിച്ചുകൊണ്ട് ചോദിച്ചു. സത്യം പറയടാ പന്നി, അല്ലെങ്കിൽ നിന്റെ തല ഞാനിപ്പോൾ വെട്ടിപ്പൊളിക്കും. കങ്കാണി ആരാച്ചാര പോലെ മുരണ്ടു. വേലു, ഞാനല്ല, അയാൾ നിലവിളിച്ചു. ഉണ്മൈ ചൊല്ലടാ നായേ, നിന്നെ ഞാൻ കൊല്ലും. കങ്കാണി മുരണ്ടു. എന്റെ മകളെ കൊന്ന കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അഞ്ജന കുഞ്ഞിനെ കൊല്ലാനല്ലേടാ നീ ശ്രമിക്കുന്നത്? വേലു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അയാൾ മരണം മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു. ഈശ്വരയെ റേപ്പ് ചെയ്ത കൂട്ടത്തിൽ വീരപ്പനുണ്ടായിരുന്നു. പ്രഭാകരനും തോമാച്ചനും ഞാനില്ല. സത്യമായി ഞാനില്ലായിരുന്നു. വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നത്? എനിക്കറിയില്ല. തോമാച്ചനറിയാം. അവനും വീരപ്പനും കൂടിയാണ് കാട്ടിലേക്ക് അവളെ പിടിച്ചുകൊണ്ടു പോയത്. എന്റെ മോളെ കുത്തിയതാരാണ്? അഞ്ജന കുഞ്ഞിന് മൃദുല കുഞ്ഞിന് അറിയാത്ത ആളാണ് നീ. എന്നോട് കള്ളം പറയരുത് പട്ടി. വേലുവിന്റെ കയ്യിലിരുന്ന കോടാലി വിറച്ചു. ഞാൻ പറയാം. എന്റെ അനുജൻ ഗോപിയാണ് അവളെ കുത്തിയത്. അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയാതിരുന്നത് വേലു. പിന്നെ ആരാ ഉണ്ടായിരുന്നേ? എന്റെ കൊച്ചിനെ വ്യഭിചരിച്ചത് ആരൊക്കെയാടാ? നിങ്ങൾ ഗുണ്ടകൾ മാത്രമല്ലെന്ന് എനിക്കറിയാം. വേറെ ആരാ ഉണ്ടായിരുന്നത്? ആ കഴിവേറി അനന്തനാണോ? അല്ല വേലു, മേനോൻ, അജിത് മേനോൻ, ഗത്യന്തരമില്ലാതെ ശിവൻകുട്ടി പറഞ്ഞു. നായേ, നീ അവനെ രക്ഷിക്കുകയായിരുന്നു അല്ലേടാ? ഞങ്ങളുടെ മുതലാളിയെ കൊന്നു, മേനകയെ കൊന്നു. ഇനി അഞ്ജന കുഞ്ഞിനെയും കൊല്ലാനിരിക്കുന്ന അവനെ നീ രക്ഷിക്കുന്നോ? വേലുവിന്റെ യജമാന സ്നേഹം ഉണർന്നു. അയാൾ കോടാലി ഉയർത്തി ഒന്ന് വീശി. ശിവൻകുട്ടിയുടെ നിലവിളി കേട്ടു. ശിവൻകുട്ടിയുടെ അനുജൻ ഗോപി കടയിൽ നിന്നും സാധനങ്ങളുമായി വീട്ടിലേക്ക് വരികയായിരുന്നു. സൈക്കിളിൽ വന്ന അയാളുടെ മുന്നിലേക്ക് കറുത്ത കമ്പിളി കൊണ്ട് ശരീരം മൂടിയ ഒരു രൂപം ചാടി വീണു.
ഗോപി സൈക്കിളിൽ നിന്നും മറിഞ്ഞു വീണു. കമ്പിളി മാറ്റിക്കളഞ്ഞ് വേലു മഴുവിന്റെ മാടുകൊണ്ട് അവന്റെ നെഞ്ചിലിടിച്ചു. സൈക്കിൾ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് വേലു അവനെ തേയിലക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഗോപിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. "നിനക്കെന്നെ അറിയാമോ?" വേലു ചോദിച്ചു. "അറിയാം," അവൻ പ്രയാസപ്പെട്ട് പറഞ്ഞു. "ആരാ?" "വേലു." "അങ്ങനെ മാത്രമേ അറിയുള്ളൂ?" "ഈശ്വരിയുടെ അപ്പൻ." "ഈശ്വരിയെ നിനക്കറിയാമോ?" അവന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ശിവൻകുട്ടിയെയും വീരപ്പനെയും കൊന്ന ചോരയാ ഈ കോടതിയിൽ പറ്റിയിരിക്കുന്നത്. അത് ഓർമ്മിച്ചോ? "നീയാണ് എന്റെ മോളെ കുത്തിയതെന്ന് ശിവൻകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്." "തർക്കിക്കാൻ നോക്കേണ്ട. നിങ്ങളല്ലേ എന്റെ മോളെ ബലാത്സംഗം ചെയ്ത ശേഷം കൊന്നത്." ആ കൊടും തണുപ്പത്ത് ഗോപി വിയർത്തൊഴുകി. "വേലു, അജിത് മേനോൻ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അയാൾ കുറെ കാലമായി ഈശ്വരിയെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. വീരപ്പനും തോമാച്ചനും ഞാനും കൂടിയാണ് അവളെ പിടിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള തേയിലപ്പുരയിൽ കൊണ്ടുവന്നത്. അജിത് മേനോനും പ്രഭാകരനും അവിടെ ഉണ്ടായിരുന്നു. മുതലാളി അവളെ മദ്യലഹരിയിൽ ബലാത്സംഗം ചെയ്തു. അവളെ ഞങ്ങൾക്ക് വിട്ടുതന്നിട്ട് മുതലാളി പോയി. ഓരോരുത്തരും മാറി മാറി അവളെ പങ്കിട്ടു. എന്റെ ഊഴം വന്നപ്പോഴേക്കും അവൾ ബോധം കെട്ടു മരിച്ച മട്ടിൽ കിടക്കുകയായിരുന്നു. പക്ഷെ ബോധം വീണ്ടും കിട്ടിയ അവൾ ചാടിയോടി. എനിക്ക് നിരാശയായി. ഞാൻ പിന്നാലെ ചെന്ന് പിടികൂടി. അവൾ എതിർത്തു. അപ്പോഴാണ് അഞ്ജനയും കൂടെ ഒരു പെണ്ണും മലഞ്ചെരുവിലൂടെ വരുമ്പോൾ ഞങ്ങളെ കണ്ടത്. ഈശ്വരി എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് കരുതി ഞാൻ അവളെ കുത്തി. അവൾ ചത്തു." ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന തോമാച്ചനും വീരപ്പനും പ്രഭാകരനും ആളുകളെ വിളിച്ചുകൂട്ടി. "ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു." പ്രഭാകരൻ കങ്കാണിയോട് അഞ്ജന ഈശ്വരിയെ കുത്തുന്നത് കണ്ടെന്ന് കള്ളസാക്ഷി പറഞ്ഞു. ഗോപി അത് പറഞ്ഞു കിതച്ചു. "തോമാച്ചൻ എവിടെയാണ്?" "തേയിലപ്പുരയിലുണ്ട്." "അജിത് മേനോൻ എവിടെയാണ്?" "എനിക്കറിയില്ല." "മേനകയെ കൊല്ലാൻ കെണിയൊരുക്കിയത് നീയാണോ?" "അല്ല." "പിന്നെ ആരാണ്?" "എനിക്കറിയില്ല." കങ്കാണിക്ക് കോടാലി ഉയർത്തി വീശാൻ കഴിയുന്നതിന് മുമ്പ് ഗോപി അതിൽ കയറി പിടിച്ചു. കങ്കാണിയെ തേയില ചെടികൾക്കിടയിലേക്ക് ചവിട്ടി തെറിപ്പിച്ചിട്ട് കോടാലിയുമായി ചാടി എണീറ്റ ഗോപി വേലുവിനെ വെട്ടി. അയാൾ ഒഴിഞ്ഞു മാറിയതിനാൽ തേയിലക്കമ്പുകൾ അറ്റുപോയി. മാടുകൊണ്ട് ഒരടി അയാളുടെ കൈക്കേറ്റു. കൈയേറ്റതുപോലെ അയാൾ നിലവിളിച്ചു. "നീ എന്റെ ചേട്ടനെ കൊന്നില്ലേടാ?" അലറിക്കൊണ്ട് ഗോപി അയാളുടെ നെഞ്ചിന് ആഞ്ഞു വെട്ടി. കോടാലിയുടെ വായത്തല പാഞ്ഞു വരുന്നത് കണ്ട് വേലു അലറി വിളിച്ചുപോയി. "കടവുളേ!" പെട്ടെന്നൊരു വെടിപൊട്ടി. ഗോപിയുടെ നെഞ്ചിൽ നിന്നും ഒരു മാംസകഷ്ണം തെറിച്ചു പോകുന്നത് വേലു കണ്ടു. അയാളുടെ കയ്യിലെ കോടാലി സ്ലോ മോഷൻ പോലെ തന്റെ നെഞ്ചിലേക്ക് വന്ന് അയാൾ പിടിച്ചു. ഗോപിയുടെ ചോര വേലുവിന്റെ മേൽ വീണു. കണ്ണുകൾ തുറച്ച് വായ തുറന്ന് കാറ്റിലുലഞ്ഞു നിന്ന ഗോപി പിന്നോട്ട് മറിഞ്ഞു വീണു. അവിടെ നിന്ന തേയിലച്ചെടിയുടെ കമ്പുകൾ ഇരിഞ്ഞുപോയി. അയാളുടെ പുറകിൽ മൂടൽമഞ്ഞിനിടയിൽ നിന്ന മനുഷ്യൻ ഒരു ഡബിൾ ബാരൽ തോക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്നത് വേലു കണ്ടു. അയാൾ ബന്ധപ്പെട്ട് എഴുന്നേറ്റപ്പോൾ വീണുപോയി. ചെടിയിൽ പിടിച്ച് നിവർന്നു നിന്ന് ചോദിച്ചു, "നീ ആരാ?" "ചാൾസ്." "എന്നാ ചാൾസ്? എനിക്ക് നിന്നെ അറിയില്ലല്ലോ." "എനിക്ക് നിങ്ങളറിയാം. നിങ്ങളുടെ മകളെ കൊന്നവനോട് തന്നെയാണ് എനിക്കും പ്രതികാരമുള്ളത്. ഞാനവനെ കൊല്ലും." വേലു പറഞ്ഞു. "ഇല്ല, അവനെ എനിക്ക് വേണം." "ചാൾസ്, നീ ചെറുപ്പമാണ്. നീ പോ. ഈ കിളവൻ അവനെ കൊല്ലും." "തർക്കം വേണ്ട. നമ്മളിൽ ആര് ആദ്യം അവനെ കണ്ടുമുട്ടുന്നോ അവൻ അജിത്തിനെ കൊല്ലും. നിങ്ങൾ കുറെ കൂടി സൂക്ഷിക്കണം. പോലീസ് നിങ്ങളെ തിരയുന്നുണ്ട്. വീരപ്പന്റെയും ശിവൻകുട്ടിയുടെയും ശവങ്ങൾ പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു." ചാൾസ് മുന്നറിയിപ്പ് കൊടുത്തു. "എന്റെ കലിയടങ്ങിക്കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും." വേലു പറഞ്ഞു. "മോനെ, ഈ കിളവനെ രക്ഷിച്ചതിന് നന്ദി." കൈകൾ വിറയ്ക്കുന്നു. പഴയ ആരോഗ്യമില്ല. "ഈ ശവം കൊണ്ടുപോയി ഞാൻ ഇവന്റെ വീട്ടിലിടട്ടെ. മകൾ മരിച്ച ദുഃഖം ഞാൻ അനുഭവിക്കുന്ന പോലെ ഇവൻ മരിച്ച ദുഃഖം ഇവന്റെ അമ്മയും ഭാര്യയും മക്കളും അനുഭവിക്കട്ടെ." വേലു ഗോപിയെ എടുത്ത് ചുമലിലേറ്റി ഒരു കൂനിനെ പോലെ നടന്നു. ചാൾസ് മഞ്ഞിൽ മറഞ്ഞു. ടി ഓഫീസിന് പിന്നിലെ വലിയ ബംഗ്ലാവിലായിരുന്നു അജിത് മേനോൻ. ഇൻസ്പെക്ടർ പവിത്രനുമൊത്ത് അയാൾ മദ്യം കഴിക്കുകയായിരുന്നു. അവർക്ക് ആനന്ദം പകർന്നുകൊണ്ട് ഒരു യുവതിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു തൊഴിലാളി യുവതിയായിരുന്നു അത്. അത്രയും ധാരാളം സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. അനുനയത്തിൽ വശമാകാത്തവരെ ഭീഷണിപ്പെടുത്തി അയാൾ പാട്ടിലാക്കും. തുളസി എന്നാണ് അവളുടെ പേര്. സൗന്ദര്യത്തെക്കാൾ മാതകത്വമായിരുന്നു അവൾക്ക് കൂടുതൽ. അല്പം മുമ്പ് അവിടേക്ക് വന്ന തോമാച്ചൻ ആ സംഭവം വിറച്ചുകൊണ്ട് പറഞ്ഞു. "ഞാൻ ഗോപിയെ കാത്ത് അവന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. തണുപ്പുകാരന് അവന്റെ ഭാര്യയും മക്കളും നെരിപ്പോട് കത്തിച്ചു. അവർ തന്ന ശർക്കരക്കാപ്പിയും കഴിച്ച് ഞാനും നെരിപ്പോടിനടുത്ത് കൂടി. അപ്പോഴാണ് വാതിൽ ചവിട്ടി തുറക്കപ്പെട്ടത്. ഒരു കറുത്ത രൂപം ഗോപിയുടെ ശവം ഞങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു." "അതാരായിരുന്നു?" അജിത് മേനോനും ഇൻസ്പെക്ടർ പവിത്രനും ഒപ്പം ചോദിച്ചു. "എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല." തോമാച്ചൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബംഗ്ലാവിൽ എവിടെയോ ഒരു വാതിൽ തുറന്ന് അടയുന്ന ശബ്ദം കേട്ടു. ആരോ ചാടി വീഴുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി ബൂട്ടിട്ട 2 കാലുകൾ ബംഗ്ലാവിനുള്ളിൽ പതിച്ച ശബ്ദം അവർ കേട്ടു. അവരോടൊപ്പം ഇരുന്ന യുവതി എന്തോ കണ്ടതുപോലെ ഭയന്നു നിലവിളിച്ചു. തുളസിയുടെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. അജിത് മേനോൻ അവളുടെ വായ് പൊത്തിയതായിരുന്നു കാരണം.
മിണ്ടരുത്, അയാൾ മന്ത്രിച്ചു. നീ എന്തെങ്കിലും കണ്ടോ? ആരാണ്ട് അപ്പുറത്തെ മുറിയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. ഇൻസ്പെക്ടർ പവിത്രൻ റിവോൾവർ എടുത്തു. ഓഫീസിൽ വെച്ച് താൻ അജിത് മേനോന്റെ പക്കൽ നിന്നും കൈക്കൂലി വാങ്ങിയപ്പോൾ ജനാലയ്ക്കിൽ കണ്ട രൂപത്തെപ്പറ്റി പവിത്രൻ ഓർത്തു. തോക്കുമായി പവിത്രൻ എഴുന്നേറ്റു. അജിത്തും തോക്കെടുത്തു. തോമാച്ചനും തുളസിയും എന്ത് ചെയ്യണമെന്നറിയാതെയിരുന്നു. വാച്ചർമാരൊന്നും അവിടെ അപ്പോൾ ഇല്ലായിരുന്നു. ആരോ ഉള്ളിൽ കടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പഴയ ബംഗ്ലാവായതിനാൽ എല്ലാ മുറികളിലും ലൈറ്റില്ല. കുരുട്ടായിരുന്നു എല്ലായിടത്തും. രാത്രി 10 മണി കഴിഞ്ഞു. ഓരോ മുറികളിലും ലൈറ്റ് കൊണ്ട് പവിത്രനും അജിത്തും മുന്നോട്ട് ചെന്നു. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. തുറന്നുകിടന്ന ഒരു ജനൽ കണ്ടുപിടിച്ചു. അവിടെ ആരോ നിന്നതിന്റെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. കാൽപ്പാടുകളുടെ രൂപത്തിൽ വെള്ളം വീണത് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആരുമില്ല. അകത്തു വന്നവൻ അതേപോലെ തിരിച്ചുപോയി. ജനൽ അടച്ചു കുറ്റിയിട്ടിട്ട് അജിത് മേനോൻ തിരിച്ചു. തോമാച്ചനും തുളസിയും ഇരിക്കുന്നിടത്തേക്ക് വന്നു. മുകളിലേക്ക് പലക കൊണ്ടുള്ള ഒരു ഗോവണിയിൽ 2 കാൽപ്പാടുകളുടെ നനവ് ആരും ശ്രദ്ധിച്ചില്ല. അവിടെ നിന്നും തൂക്കിപ്പിടിച്ച കൈക്കോടാലിയുമായി കങ്കാണിവേലു സാവധാനം ഇറങ്ങി വന്നു. ജലദോഷമുള്ളതുപോലെ അയാൾ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ ഒരു കുറുകൽ ശബ്ദം കേൾക്കാമായിരുന്നു. അയാൾ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കി. ഇൻസ്പെക്ടർ പവിത്രനും അജിത് മേനോനും തോമാച്ചനും കുപ്പിയിൽ നിന്നും ബ്രാൻഡി പകർന്നു കുടിക്കുകയായിരുന്നു. നീ കുടിക്കുമോടി? പവിത്രൻ തുളസിയെ നോക്കി. അവളൊന്നു അലഞ്ഞു, പുഞ്ചിരിച്ചു. അവളുടെ വലിയ മാറിടങ്ങളുടെ ഭംഗി ആസ്വദിക്കുക മാത്രമല്ല, ഒന്ന് തഴുകുക കൂടി പവിത്രൻ ചെയ്തു. സാറന്മാർ നിർബന്ധിച്ചാൽ ലേശം തണുപ്പ് മാറ്റാൻ കുടിക്കാം. അവൾ കുണുങ്ങി. ഞങ്ങളുടെ തണുപ്പ് മാറ്റാനാണ് നീ. അപ്പോൾ നീ ചൂടായിരിക്കണം. അജിത് മേനോൻ അവൾക്ക് 1/2 ഗ്ലാസ് മദ്യം കൊടുത്തു. അവൾ അത് ഒറ്റവലിക്ക് അകത്താക്കി. അവൾ നാടൻ ചാരായം കുടിക്കുന്ന സൈസ, ഇൻസ്പെക്ടർ പവിത്രൻ പറഞ്ഞുകൊണ്ട് അവളെ മടിയിലേക്ക് വലിച്ചിട്ടു. നിന്നെ ഞാനിന്ന് മുഴുവൻ കുടിപ്പിക്കുമെടി. അവൾ പവിത്രന്റെ മടിയിലേക്ക് ചെരിഞ്ഞപ്പോൾ തോമാച്ചൻ ആർത്തിയോടെ നോക്കി. അവളുടെ മാറിടങ്ങളുടെ ചൂട് പിടിപ്പിക്കുന്ന കാഴ്ച അയാൾക്ക് കിട്ടി. മുതലാളിമാർക്ക് കിട്ടുന്നത് പലതും തങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് അയാൾ ഓർത്തു. തൊട്ടടുത്തുണ്ടായിട്ടും അവളെ ഒന്ന് തഴുകാൻ തനിക്ക് കഴിയുന്നില്ല. അവരുടെ ക്രീഡകൾ കാണാമെന്ന് കരുതിയ തോമാച്ചനെ അജിത്തിന്റെ വാക്കുകൾ സ്തബ്ധനാക്കി. എടാ, നീ ഒരെണ്ണം കൂടി അടിച്ചിട്ട് പുറത്ത് കാവലിരുന്നോ. ആരെങ്കിലും ഇതിനുള്ളിൽ കടക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ശത്രുക്കൾ ഏറെയുണ്ടെന്നറിയാമല്ലോ. അവൻ ശിരസ്സിളക്കി. ഒരു ഗ്ലാസ് നിറയെ ഒഴിച്ചു കുടിച്ചിട്ട് ആ പെണ്ണിനെയും ഇൻസ്പെക്ടറെയും ഒന്നുകൂടി നോക്കി അജിത് മേനോനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. 1-2 മുറികൾ കഴിഞ്ഞായിരുന്നു വരാന്ത. അവിടെ നല്ല തണുപ്പുണ്ടാകുമെന്ന് അയാൾ ഊഹിച്ചു. ബംഗ്ലാവിനുള്ളിലൂടെ നടന്നപ്പോൾ ഗോപിയുടെ ലയത്തിലായിരുന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് ഓർത്തത്. വാതിൽ തള്ളി തുറന്ന് ഗോപിയുടെ ശവം അകത്തേക്ക് വലിച്ചെറിഞ്ഞ കറുത്ത രൂപം. ഇപ്പോൾ പോലീസ് അവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാകും. തന്നെയും അന്വേഷിക്കുന്നുണ്ടാകും. താൻ സാക്ഷിയല്ലേ. അതും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ പവിത്രൻ ശ്രദ്ധിച്ചില്ലല്ലോ. അയാൾ ഓർത്തു. അയാൾക്ക് അജിത്തിന്റെ പണവും മദ്യവുമാണ് വേണ്ടത്. പിന്നെ വേശ്യകളെയും. നാറി. ഉദ്യോഗവും പണവും ഉണ്ടെങ്കിൽ എന്തുമാകാം. ഇതൊന്നുമില്ലാത്ത തന്നെ പോലുള്ളവൻ വെറും കാവൽക്കാരൻ. തോമാച്ചൻ തിരിച്ച് തന്റെ കസേരയിലേക്ക് വന്നു. ബംഗ്ലാവിന്റെ മുന്നിലെ വരാന്തയിലായിരുന്നു. വരാന്തയ്ക്ക് ചുറ്റും ചില്ലി ജനാലകളായിരുന്നു. ഒരു ബൾബ് മഞ്ഞു പൊതിഞ്ഞതുപോലെ മുനിഞ്ഞു കത്തുന്നുണ്ട്. അവിടേക്ക് ചെന്ന അയാൾ തന്റെ കസേരയിൽ ഒരു കറുത്ത ഭാണ്ഡക്കെട്ടിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. അതാരാണ് അവിടെ കൊണ്ടുചെന്ന് വെച്ചത്? കറുത്ത കമ്പിളി കൊണ്ട് പൊതിഞ്ഞ ഒരു ഭാണ്ഡം. അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുന്നതും അയാൾ കണ്ടു. ജിജ്ഞാസയും ഉത്കണ്ഠയും അയാളിൽ ഉണ്ടായി. വേഗം അവിടേക്ക് ചെന്നു. ഇത് ഏതവനാടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ആ വസ്തു കസേരയിൽ നിന്ന് തള്ളിയിടാൻ തുടങ്ങിയപ്പോൾ അതൊന്നിളകി. തോമാച്ചന്റെ കാലുകൾക്കിടയിൽ കോടാലി കൊണ്ട് ഒരു വെട്ട് കിട്ടി. ഒരലർച്ച അയാളിൽ നിന്നുണ്ടായി. അയാൾ മറിഞ്ഞു വീണു. കങ്കാണി വേലു കമ്പിളി കുടഞ്ഞു കളഞ്ഞിട്ട് അവന്റെ നെഞ്ചിൽ കയറി നിന്നു. എന്റെ മോളെ നീ കൊന്നു അല്ലേടാ. മുതലാളിക്ക് നീ കാഴ്ചവെച്ചില്ലേ. അകത്തുനിന്ന് കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ വേലു പെട്ടെന്ന് കോടാലി വീശി. വാതിൽ തുറന്ന് ഇൻസ്പെക്ടർ പവിത്രനും അജിത് മേനോനും വെളിയിലേക്ക് വന്നപ്പോൾ അവരുടെ കാൽച്ചോട്ടിലേക്ക് തോമാച്ചന്റെ തല ഉരുണ്ടു ചെന്നു. അവർ ഭയന്നു പിന്നോട്ട് മാറി. തോക്കുപയോഗിക്കാൻ കഴിഞ്ഞില്ല. കമ്പിളി കൊണ്ട് മൂടിയ രൂപം വാതിൽ തുറന്ന് അപ്പോഴേക്ക് പുറത്തെ മഞ്ഞിലേക്ക് ചാടിക്കഴിഞ്ഞു. ഇൻസ്പെക്ടർ പവിത്രനും ആ കാഴ്ച കണ്ടു ഞെട്ടി. പിറ്റേ ദിവസം അജിത് മേനോന് ഒരു കാര്യം മനസ്സിലായി. ഈശ്വരിയെ മാനഭംഗപ്പെടുത്തിയതിൽ താനൊഴികെ മറ്റെല്ലാവരും കൊല്ലപ്പെട്ടു. വേലുവാണ് അത് ചെയ്തതെന്ന് ഉറപ്പ്. അപ്പോൾ ആ സംഘത്തിൽ താനും ഉണ്ടായിരുന്നെന്ന് അയാൾ മനസ്സിലാക്കി കാണും. തന്നെ അവൻ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കാതിരിക്കുന്നതെന്ന് അജിത്ത് ആലോചിച്ചു. ഇൻസ്പെക്ടർ കൂടെയുണ്ടായിരുന്നുകൊണ്ടായിരിക്കാമെന്ന് അയാൾ കരുതി. പക്ഷേ ഗോപിയെ കൊന്നത് വെടിവെച്ചാണ്. അതും റൈഫിൾ കൊണ്ട്. വേലുവിന് റൈഫിൾ കിട്ടാൻ സാധ്യതയില്ല. അത് ഉപയോഗിക്കാനും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ആ കൊല നടന്നത്? മറ്റാരെങ്കിലും അയാൾക്ക് സഹായത്തിനുണ്ടോ? ഇൻസ്പെക്ടർ പവിത്രനുമായി അജിത്ത് ആലോചിച്ചു. അഞ്ജന അയച്ച ആളുകളാണ് അത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ അയാൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു.
എങ്ങനെയും അഞ്ജനയെ ഇല്ലാതാക്കണം. എന്നാലേ കോടിക്കണക്കിന് വിലയുള്ള ഈ എസ്റ്റേറ്റ് തന്റെ പേരിലാകൂ. അതിനുവേണ്ടി എന്ത് നഷ്ടമോ ത്യാഗമോ സഹിക്കാനും അജിത്ത് തയ്യാറായിരുന്നു. എസ്റ്റേറ്റിൽ നടന്ന കൊലപാതകങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു. എസ്റ്റേറ്റിൽ അന്ന് ഒഴിവായിരുന്നു. വൈകുന്നേരം പോലീസ് ജീപ്പ് അഞ്ജനയുടെ ബംഗ്ലാവിലെത്തി. രാമു എന്നൊരു തൊഴിലാളിയെ വിലങ്ങ് വെച്ച് അവർ കൊണ്ടുവന്നിരുന്നു. ഇൻസ്പെക്ടർ പവിത്രനും പോലീസും വരുന്നത് കണ്ട് അഞ്ജനയും മൃദുലയും പുറത്തേക്ക് വന്നു. ഇവരാണ് എന്നെ കൊല ചെയ്യാൻ അയച്ചത്. ഗോപിയെയും വീരപ്പനെയും തോമാച്ചനെയും അജിത് മേനോനെയും കൊന്നാൽ 1,00,000 രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞു. മേനോനെ ഒഴികെ എല്ലാവരെയും ഞാൻ കൊന്നു. രാമു വിലങ്ങിട്ട കൈ അഞ്ജനയുടെ നേരെ ചൂണ്ടി പറഞ്ഞു. നോ! അഞ്ജന പൊട്ടിത്തെറിച്ചു പോയി. ഞാൻ ഇയാളെ അറിയുക പോലുമില്ല. അവൾ ഭയന്ന് അലറി. ഇൻസ്പെക്ടർ പവിത്ര മുന്നോട്ട് വന്നു. സോറി മാഡം, യു ആർ അണ്ടർ അറസ്റ്റ്. നോ, ഇത് ചതിയാണ്. എനിക്ക് എന്റെ അഡ്വക്കേറ്റിനെ വിളിക്കണം. അവൾ അകത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പവിത്രൻ കയ്യിൽ പിടിച്ച് വിലങ്ങിട്ടു. കോടതിയിൽ വന്ന് അയാൾക്ക് നിങ്ങളെ ജാമ്യത്തിലിറക്കാം. ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരണം. നോ, ഇല്ല ഇല്ല, അഞ്ജന കുതിറിമാറാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടർ പവിത്രൻ അവളുടെ കർണത്തൊന്ന് പൊട്ടിച്ചു. അവളെ എടുത്ത് ജീപ്പിലിട്ടു. മൃദുല ഷോക്കേറ്റതുപോലെ നിന്നു. ജീപ്പ് പാഞ്ഞു പോയപ്പോൾ അവൾ വേലക്കാരോടൊപ്പം നിന്ന് നിലവിളിച്ചു. അജിത് മേനോൻ തന്റെ ആളുകളോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ ബംഗ്ലാവിൽ മൃദുല മാത്രമേ ഉള്ളൂ. അവളെ എന്റെ മുന്നിൽ പിടിച്ച് കെട്ടിക്കൊണ്ടുവരണം. ശരി, മാടസ്വാമി പറഞ്ഞു. മൃദുലയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തീർന്നു. ഇനി അവൾ എന്റെ വെപ്പാട്ടിയാണ്. അഞ്ജനയുടെ കാര്യം പോലീസ് നോക്കിക്കൊള്ളും. വലിയൊരു പദ്ധതി വിജയിച്ച ഭാവം അജിത് മേനോനിലുണ്ടായിരുന്നു. ഗുണ്ടകൾ കയറിയ ജീപ്പ് പെലിക്കൻ ബംഗ്ലാവിലേക്ക് പാഞ്ഞു. കഥ തുടരും.